ഫ്രണ്ട്സ്, നമ്മൾ ഡേറ്റ സ്ട്രക്ചറിൻ്റെ ക്ലാസിഫിക്കേഷനെ കുറിച്ചാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഡേറ്റ സ്ട്രക്ചറിനെ നമ്മൾ പ്രിമിറ്റീവായിട്ടും നോൺ പ്രിമിറ്റീവായിട്ടും ക്ലാസിഫൈ ചെയ്യാം. പ്രിമിറ്റീവ് ഡേറ്റ സ്ട്രക്ചറിനകത്ത് വരുന്നതാണ് ഇൻറ്റിജർ, ഫ്ലോട്ട്, ഡബിൾ, ക്യാരക്ടർ, പോയിൻ്റർ. അതായത് പ്രിമിറ്റീവ് ഡേറ്റ സ്ട്രക്ചർ എന്ന് പറയുന്നത് ബേസിക് സ്ട്രക്ചേഴ്സ് ആയിരിക്കും. ബേസിക് ബിൽഡിംഗ് ബ്ലോക്സ് ആയിട്ടുള്ള ഇൻറ്റിജർ, ഫ്ലോട്ട്, ക്യാരക്ടേഴ്സ് ഇതെല്ലാം വരുന്നതാണ് പ്രിമിറ്റീവ് ഡേറ്റ സ്ട്രക്ചർ. നോൺ പ്രിമിറ്റീവ് ഡേറ്റ സ്ട്രക്ചറിനെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ലീനിയർ ഡേറ്റ സ്ട്രക്ചറും ഉണ്ട്, നോൺ ലീനിയർ ഡേറ്റ സ്ട്രക്ചറും ഉണ്ട്. ലീനിയർ ഡേറ്റ സ്ട്രക്ചറിനകത്ത് വരുന്നതാണ് അറേ, സ്ട്രിങ്, ലിങ്ക്ഡ് ലിസ്റ്റ്, സ്റ്റാക്ക്, ക്യൂസ്. നോൺ ലീനിയർ എന്ന് പറയുമ്പം അതിന് വരുന്ന എക്സാമ്പിൾസ് ഏതൊക്കെയാണ്? നോൺ ലീനിയറിനകത്ത് വരുന്നതാണ് ട്രീയും ഗ്രാഫും. ഇനി എന്താണ് നോൺ പ്രിമിറ്റീവ് ഡേറ്റ ടൈപ്സ് എന്ന് നോക്കാം. നോൺ പ്രിമിറ്റീവ് ഡേറ്റ ടൈപ്പ് എന്ന് പറയുന്നത് പ്രിമിറ്റീവ് ഡേറ്റ ടൈപ്പിൽ നിന്ന് ഡിറൈവ് ചെയ്യുന്നതായിരിക്കും നോൺ പ്രിമിറ്റീവ് ഡേറ്റ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അതിൽ വരുന്നതാണ് അറേ എന്ന് പറയുന്നത്. സിമിലർ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ അറേ യൂസ് ചെയ്യുന്നത്. അതിൽ ഹോമോജീനിയസ് സെറ്റ് ഓഫ് ഡേറ്റാസ് മാത്രമേ വരത്തുള്ളൂ. അതായത് ഒരു അറേയിൽ ഒന്നെങ്കിൽ കംപ്ലീറ്റ് ഇൻറ്റിജർ ആയിരിക്കും, അല്ലെങ്കിൽ കംപ്ലീറ്റ് ക്യാരക്ടർ ആയിരിക്കും. അങ്ങനെ നമ്മൾ അറേയിൽ റെപ്രസെൻറ്റ് ചെയ്യത്തുള്ളൂ. അറേയിലെ ഡേറ്റാസ് എല്ലാം നമുക്ക് കണ്ടിന്യൂസ് ലൊക്കേഷനിലായിരിക്കും, കണ്ടിന്യൂസ് മെമ്മറി ലൊക്കേഷൻസിലായിരിക്കും അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ലിസ്റ്റിൻ്റെ കാര്യം പറയുമ്പോൾ നമുക്ക് ലിസ്റ്റിൽ 2 ഫീൽഡുണ്ട്. ലിസ്റ്റിൽ എത്ര ഫീൽഡുണ്ട്? നമുക്ക് ലിസ്റ്റിൽ 2 ഫീൽഡ് ഉണ്ടാവും. അതിൽ ഫസ്റ്റ് വൺ ഡേറ്റ ഫീൽഡും അടുത്തത് പോയിൻ്റർ ആയിരിക്കും. ഫസ്റ്റ് വണ്ണിലാണ് ഡേറ്റ അല്ലെങ്കിൽ ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്തിരിക്കുന്നതാണ് ഫസ്റ്റ് ഫീൽഡിൽ. അതായത് മനു, അതിൽ ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്തിട്ടുണ്ടായിരിക്കും. ഇനി അടുത്തതിൻ്റെ ഇത് കഴിഞ്ഞ് അടുത്ത റീഡ് ചെയ്യേണ്ട എന്താണോ അതിൻ്റെ അഡ്രസ്സ് ആയിരിക്കും അടുത്ത ഫീൽഡിൽ വെച്ചിരിക്കുന്നത്. ലിസ്റ്റിൽ 2 ഫീൽഡ് ഉണ്ടായിരിക്കും. ഫസ്റ്റ് ഫീൽഡിൽ ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്യും. അടുത്ത ഫീൽഡിൽ എന്തിലേക്കാണ് ഇനി നമ്മൾ അടുത്ത മൂവ് ചെയ്യേണ്ട അതിൻ്റെ അഡ്രസ്സ് ആയിരിക്കും വെച്ചിരിക്കുന്നത്. ഇനി ലിസ്റ്റിനെ കുറിച്ചുള്ള കാര്യങ്ങൾ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പിന്നീട് പഠിക്കാം. അതുപോലെ തന്നെ നമ്മൾ സ്റ്റാക്കും ക്യൂവും ഉണ്ടെന്ന് പറഞ്ഞു. സ്റ്റാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞിരുന്നു സ്റ്റാക്ക് ഉണ്ട്, ക്യൂ ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു. സ്റ്റാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് ഓർഡറിൽ വരുന്നതാണ് സ്റ്റാക്ക്. സ്റ്റാക്ക് എന്താണ്? സ്റ്റാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് ഓർഡറിൽ വരുന്നതാണ് സ്റ്റാക്ക്. അതായത് നമ്മൾ കുറേ പ്ലേറ്റ് അടുക്കി വെച്ചിരിക്കുന്നതെന്ന് വിചാരിക്കുക. ആ ഓർഡറിൽ അടുക്കുന്നതിനാണ് സ്റ്റാക്ക് എന്ന് പറയുന്നത്. അപ്പോൾ സ്റ്റാക്കിൽ പ്ലേറ്റ് അടുക്കി വെക്കുമ്പം ഇൻസേർഷൻ നടക്കുന്നത് എവിടെയായിരിക്കും? പുതിയ പ്ലേറ്റ് വെക്കുന്നത് മേളിലിരിക്കുന്ന പ്ലേറ്റിൻ്റെ തൊട്ട് മേളിലേക്കായിരിക്കും വെക്കുന്നത്. അപ്പം ഇൻസേർഷൻ നടക്കുന്നതിന് ടോപ്പിലാണ്. അതുപോലെ തന്നെ പ്ലേറ്റ് എടുക്കുന്നത് എവിടെ നിന്നായിരിക്കും? മേളിൽ നിന്ന് തന്നെ ആയിരിക്കും എടുക്കുന്നത്. അപ്പം ഇൻസേർഷനും ഡിലീഷനും നടക്കുന്നത് ടോപ്പിൽ നിന്നാണ്. സ്റ്റാക്കിൽ ഇൻസേർഷനും ഡിലീഷനും നടക്കുന്നത് എവിടെ നിന്നാണ്? ടോപ്പിൽ നിന്നായിരിക്കും. സ്റ്റാക്കിൽ എങ്ങനെയാണ് നടക്കുന്നത്? ഇൻസേർഷനും ഡിലീഷനും നടക്കുന്നത് ടോപ്പിൽ നിന്നായിരിക്കും. അപ്പോൾ സ്റ്റാക്കിന് നമുക്ക് ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് എന്ന് പറയാം. ഇൻസേർഷനും ഡിലീഷനും നടക്കുന്ന ടോപ്പിൽ നിന്നായിരിക്കും. സ്റ്റാക്കിലേക്ക് ഒരു പ്ലേറ്റ് ഇപ്പം നമുക്ക് കുറേ പ്ലേറ്റ് അടുക്കി വെച്ചിരിക്കുകയെന്ന് വിചാരിക്കുക. അപ്പോൾ സ്റ്റാക്കിലേക്ക് ഒരു പ്ലേറ്റ് വെക്കുന്നത് എങ്ങനെയായിരിക്കും? ടോപ്പിലായിരിക്കും പ്ലേറ്റ് വെക്കുന്നത്. അപ്പോൾ സ്റ്റാക്കിലേക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ഇൻസേർട്ട് ചെയ്യുന്നതിന് പുഷ് എന്ന് പറയും. അതേപോലെ തന്നെ സ്റ്റാക്കിൽ നിന്നും ഒരെണ്ണം എടുക്കുന്നതിന് പറയുന്നതാണ് പോപ്പ് എന്ന്. അതായത് കുറേ പ്ലേറ്റ് അടുക്കി വെച്ചിരിക്കുന്നതിനകത്തേക്ക് ഒരു പ്ലേറ്റ് ഇൻസേർട്ട് ചെയ്യുകയാണെങ്കിൽ അതിനെ പുഷ് ചെയ്യുക എന്ന് പറയും. ഒരു പ്ലേറ്റ് എടുക്കുകയാണെങ്കിൽ പോപ്പ് ചെയ്യുക എന്ന് പറയും. അപ്പോൾ സ്റ്റാക്ക് എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ടാണ്. ഇൻസേർഷൻ ആൻഡ് ഡിലീഷൻ ടേക്സ് പ്ലേസ് അറ്റ് ദി ടോപ്പ്. ഇൻസേർട്ട് ചെയ്യുന്നതിന് പുഷ് എന്ന് പറയും, ഡിലീറ്റ് ചെയ്യുന്നതിന് പോപ്പ് എന്ന് പറയും. ഇനി നമുക്ക് എന്താണ് ക്യൂ എന്ന് നോക്കാം. നമ്മളിപ്പോൾ ഒരു ക്യൂവിൽ നിൽക്കുകയാണെന്ന് വിചാരിക്കാം. അപ്പോൾ ആദ്യം നിൽക്കുന്ന പേഴ്സൺ ആരാണോ അവർക്കായിരിക്കും, ആദ്യം നിൽക്കുന്ന പേഴ്സണാണ് ആദ്യം ഇറങ്ങിപ്പോകുന്നത്. ക്യൂവിൽ നിൽക്കുമ്പോൾ ഫസ്റ്റ് നിൽക്കുന്ന ആൾ ആദ്യം ഇറങ്ങിപ്പോകും. അപ്പം ക്യൂവിൽ ഡിലീഷൻ നടക്കുന്നത് എവിടെ നിന്നാണ്? ക്യൂവിൽ ഡിലീഷൻ നടക്കുന്നത് ഫ്രണ്ടിൽ നിന്നാണ്. ക്യൂവിൽ ഡിലീഷൻ നടക്കുന്നത് എങ്ങനെയാണ്? ഫ്രണ്ടിൽ നിന്നാണ്. നമ്മൾ ക്യൂവിലേക്ക് കയറുകയാണെങ്കിൽ എവിടെ നിന്നായിരിക്കും കയറുന്നത്? ബാക്ക് സൈഡിൽ നിന്നായിരിക്കും കയറുന്നത്. അപ്പോൾ ഈ ബാക്ക് സൈഡിനെ നമ്മൾ പറയുന്നതാണ് റെയർ, REAR, റെയർ. അപ്പം ക്യൂവിൽ ഇൻസേർഷൻ നടക്കുന്നത് എവിടെ നിന്നാണ്? ക്യൂവിൽ ഇൻസേർഷൻ നടക്കുന്നത് ഇൻസേർഷൻ നടക്കുന്നത് റെയറിൽ നിന്നും, ഡിലീഷൻ നടക്കുന്നത് ഫ്രണ്ടിൽ നിന്നും. ക്യൂവിൽ ഇൻസേർഷൻ നടക്കുന്നത് റെയറിൽ നിന്നും, ഡിലീഷൻ നടക്കുന്നത് ഫ്രണ്ടിൽ നിന്നുമാണ്. ക്യൂവിനെ പറയുന്നതാണ് ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്. ക്യൂവിനെ പറയുന്നത് എന്താണ്? ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്. അതായത് ആദ്യം കയറുന്ന ആൾ ആദ്യം ഇറങ്ങിപ്പോകും. അതാണ് ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്.
ക്യൂവിൽ ഇൻസേർഷൻ നടക്കുന്നത്, നമ്മൾ ഇവിടെ നിന്നായിരിക്കും ക്യൂവിൽ ഇൻസേർട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്, നമ്മളൊരു ക്യൂവിൽ നിൽക്കുവാണെങ്കിൽ പുറകിൽ നിന്നാണ് കയറുന്നത്. അപ്പോൾ ക്യൂവിൽ ഇൻസേർഷൻ നടക്കുന്നത് പുറകിൽ നിന്ന്, റെയറിൽ നിന്നാണ്. ഡിലീഷൻ നടക്കുന്നത് ഫ്രണ്ടിൽ നിന്നാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വെക്കുക. അതുപോലെ തന്നെ നമ്മൾ നോൺ ലീനിയർ ഡേറ്റ സ്ട്രക്ചറാണ് ട്രീ എന്ന് പറയുന്നു. ട്രീയും ഗ്രാഫും നോൺ ലീനിയർ ഡേറ്റ സ്ട്രക്ചറാണ്. ട്രീ എന്ന് പറയുമ്പം ഒരു റൂട്ട് നോഡ് ഉണ്ടായിരിക്കും. അതിന് ട്രീ എങ്ങനെ ഇരിക്കും, ഒരു റൂട്ട് നോഡ് ഉണ്ടായിരിക്കും, അതിന് കുറേ ബ്രാഞ്ചസ് ഉണ്ടായിരിക്കും, സബ് നോഡ്സ് ഉണ്ടായിരിക്കും. ഇങ്ങനെ വരുന്നതിനെയാണ് ട്രീ എന്ന് പറയുന്നത്, അല്ലേ? ഇതിനെ പറയുന്നത് റൂട്ട് നോഡ് എന്നായിരിക്കും. ഇത് എ, ബി, സി, ഇവിടെ ഡി വരും, ഇപ്പുറത്ത് ഇ വരും, അങ്ങനെ വരും, ബ്രാഞ്ചസ് വരും. അപ്പം ഒരു റൂട്ട് നോഡ് ഉണ്ടായിരിക്കും. ട്രീ എങ്ങനെ ഇരിക്കും, ഒരു റൂട്ട് നോഡ് ഉണ്ടായിരിക്കും, എ, ബി, സി, കുറേ സബ് നോട്ട്സ് ഉണ്ടായിരിക്കും. ഇങ്ങനെ വരുന്നതിനാണ് ട്രീ എന്ന് പറയുന്നത്. നമ്മുടെ ഒറിജിനൽ ട്രീയിൽ വെച്ച് നോക്കുമ്പോൾ എങ്ങനെയായിരിക്കും ഇത് ഇൻവേർട്ടഡ് ആയിട്ടായിരിക്കും വരുന്നത്. നമുക്ക് ട്രീയൊക്കെ കുറിച്ച് ഡീറ്റെയിൽഡായിട്ട് പിന്നീട് പഠിക്കാം. അപ്പം നമ്മൾ ബേസിക്കലി അറിഞ്ഞിരിക്കേണ്ടത് ഡേറ്റ സ്ട്രക്ചർ മേ ബി ക്ലാസിഫൈഡ് ഇൻറ്റു 2, പ്രിമിറ്റീവ് ഡേറ്റ സ്ട്രക്ചർ ആൻഡ് നോൺ പ്രിമിറ്റീവ് ഡേറ്റ സ്ട്രക്ചർ. പ്രിമിറ്റീവ് എന്ന് പറഞ്ഞാൽ ബേസിക് ബിൽഡിംഗ് ബ്ലോക്സ് ആയിട്ടുള്ള ഡേറ്റ സ്ട്രക്ചറാണ് പ്രിമിറ്റീവ് എന്ന് പറയുന്നത്. അത് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും അതിൽ വരുന്നത്. ഇൻറ്റിജർ, ക്യാരക്ടർ, ഫ്ലോട്ട്, ഡബിൾ അതൊക്കെ വരും. നോൺ പ്രിമിറ്റീവ് എന്ന് പറയുമ്പോൾ അതിനെ നമുക്ക് ലീനിയർ ഡേറ്റ സ്ട്രക്ചർ എന്നും നോൺ ലീനിയർ ഡേറ്റ സ്ട്രക്ചർ എന്നും ക്ലാസിഫൈ ചെയ്യാം. അറേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോമോജിനിയസ് സെറ്റ് ഓഫ് ഡേറ്റാസിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. ലിസ്റ്റിൽ 2 നോഡ് ഉണ്ടായിരിക്കും. ഒരെണ്ണം ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്യാനും അടുത്തത് അഡ്രസ്സ് സ്റ്റോർ ചെയ്യാനും വേണ്ടിയായിരിക്കും വെച്ചിരിക്കുന്നത്. ലിസ്റ്റിനെ കുറിച്ച് നമുക്ക് വീണ്ടും ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുമ്പോൾ നമുക്കത് മനസ്സിലാകും. സ്റ്റാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ടാണ് സ്റ്റാക്ക്. സ്റ്റാക്ക് എന്ന് പറഞ്ഞാൽ ലിഫോ ഓർഡറിലാണ് വർക്ക് ചെയ്യുന്നത്. എങ്ങനെയാണ് ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് എന്നാണ് സ്റ്റാക്ക് പറയുന്നത്. അതിൽ ഇൻസേർഷനും ഡിലീഷനും നടക്കുന്നത് ടോപ്പിലായിരിക്കും. അതായത് പ്ലേറ്റ് അടുക്കി വെച്ചിരിക്കുകയാണെങ്കിൽ ഏറ്റവും മുകളിലുള്ള പ്ലേറ്റ് ആദ്യം എടുക്കും. അതുപോലെ തന്നെ ഏറ്റവും മുകളിലുള്ള പ്ലേറ്റ് ആയിരിക്കും ഏറ്റവും മുകളിലേക്കായിരിക്കും ആദ്യം വെക്കുകയും ചെയ്യുന്നത്. അപ്പോൾ ഇൻസേർഷനും ഡിലീഷനും നടക്കുന്ന സ്ഥലത്തിന് പറയുന്ന പേരാണ് ടോപ്പ്. ഇൻസേർട്ട് ചെയ്യുന്നതിന് പുഷ് എന്ന് പറയും, ഡിലീറ്റ് ചെയ്യുന്നതിന് പോപ്പ് എന്ന് പറയും. അതേപോലെ തന്നെ ക്യൂ ആണെങ്കിൽ ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് എന്നാണ് പറയുന്നത്. ഇൻസേർഷൻ നടക്കുന്നത് റെയറിൽ നിന്നായിരിക്കും. അതായത് നമ്മളൊരു ക്യൂവിൽ നിൽക്കുകയാണെന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ നമ്മൾ ക്യൂയിലേക്ക് നമ്മൾ എങ്ങനെ ഏത് വഴിയാണ് കയറുന്നത്, പുറകെ കൂടെ ആയിരിക്കും കയറേണ്ടത്. അപ്പം ഇൻസേർഷൻ നടക്കുന്നത് റെയറിൽ നിന്നും, ഡിലീഷൻ നടക്കുന്നത് ഫ്രണ്ടിൽ നിന്നും. അപ്പോൾ ആദ്യം ഇറങ്ങുന്ന ആളായിരിക്കും, ഫ്രണ്ടിൽ നിൽക്കുന്ന ആളായിരിക്കും ആദ്യം ക്യൂവിൽ ഇറങ്ങുന്നത്. അതുകൊണ്ട് നമുക്ക് ക്യൂവിനെ ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് എന്ന് വിളിക്കാം. ഉപകാരപ്രദമെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.